ഹലോ എവറി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SGOU ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സിൻ്റെ ഇംഗ്ലീഷ് ഫോർ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സബ്ജക്റ്റിലെ ട്രാൻസാക്ഷണൽ ഓർ ടെക്നിക്കൽ റൈറ്റിംഗ് ജോബ്സ് ആൻഡ് കരിയേഴ്സ് എന്നുള്ള ബ്ലോക്കിലെ യൂണിറ്റ് 4 ആയിട്ടുള്ള ഫേസിംഗ് ആൻഡ് ഇൻ്റർവ്യൂ എന്നുള്ള ചാപ്റ്ററാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമുക്കൊരു ജോബ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ മോസ്റ്റ്ലി ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. ആദ്യം തന്നെ എന്താണ് ഇൻ്റർവ്യൂ എന്നുള്ളതാണ് പറയുന്നത്. ജോബ് സെർച്ച് പ്രോസസ്സിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്, ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നമ്മളുടെ പ്രൊഫഷണൽ ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു പ്രൊമോഷൻ വേണം, അല്ലെങ്കിൽ നമ്മളുടെ ജോബിൽ നമ്മൾ കുറച്ചുകൂടെ സക്സീഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആയിരിക്കണം. ഇൻ്റർവ്യൂ വെച്ചിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ മാറ്റാറുള്ളത്, ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ നമ്മൾ കണ്ടുപിടിക്കാറുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻ്റർവ്യൂ വഴിയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ വെൽ പ്രിപ്പയർഡ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് വേണം പോകാനായിട്ട്. എന്നാൽ മാത്രമാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മളുടെ ബെസ്റ്റ് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ്. അതിൽ ഇൻ്റർവ്യൂവർ ഇൻ്റർവ്യൂയിനെ ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ആരാണോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അവരാണ് ഇൻ്റർവ്യൂവർ, ആരാണോ ആൻസർ പറയാൻ പോയിരിക്കുന്നത് അവരാണ് ഇൻ്റർവ്യൂയി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രിപ്പറേഷൻസ് ഉണ്ട്. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിലാദ്യത്തെയാണ് റിസർച്ച് അബൌട്ട് ദ കമ്പനി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏത് കമ്പനിയിലാണോ നമ്മൾ ജോബിന് പോകുന്നത് ആ കമ്പനിയെക്കുറിച്ച് ഒരു പ്രോപ്പർ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് അന്വേഷിച്ച് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ആ ഒരു കമ്പനി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് വരുന്നത്, എങ്ങനെയാണ് അവർ എംപ്ലോയീസിനെ എടുക്കുന്നത്, എന്ത് ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നമുക്കുള്ളത്, എങ്ങനെയാണ് ആ ജോബ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ ഗൂഗിൾ പോലുള്ള കാര്യങ്ങൾ തിരയണം, അവരുടെ വെബ്സൈറ്റ്സിലൊക്കെ തിരയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് പ്രാക്ടീസ് ആൻസറിങ് കോമൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് പ്രാക്ടീസ് ആൻസറിങ് കോമൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻ്റർവ്യൂവിൽ കോമൺ ആയിട്ട് എല്ലാ ഇൻ്റർവ്യൂവിനും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. അതായത് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതൊക്കെ കോമൺ ആയിട്ട് എല്ലാ ഇൻ്റർവ്യൂസിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആ തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. ഇവിടുന്ന് കാണാതെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് അവിടെ പോയി പറയുമ്പോൾ മാറ്റി പറയരുത്, ആ രീതിയിലാവരുത്. പ്രോപ്പറായിട്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് സ്റ്റാർ മെത്തേഡ് എന്ന് പറയുന്നത്. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്, അതിനെയാണ് നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത്. ആദ്യത്തെ ആണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻ്റർവ്യൂവിന് ആൻസർ ചെയ്യുന്ന സമയത്ത് ആ ഞാൻ ആ സിറ്റുവേഷനിലായിരുന്ന സമയത്ത് എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് വെച്ച് ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെയാണ് ടാസ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ചലഞ്ച്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തത്, അതിനെ ഞാൻ എങ്ങനെയാണ് ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു പ്രോബ്ലം ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു ടാസ്ക് നമ്മൾ എങ്ങനെ അക്കംപ്ലിഷ് ചെയ്തു എന്നുള്ളത് പറയുന്ന രീതിക്ക് നമുക്ക് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ആണ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യം സോൾവ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് നമ്മൾ ആക്ഷനിൽ പറയുന്നത്. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ അതിനെ ടാക്കിൾ ചെയ്തത്, ഇന്ന സ്റ്റെപ്സ് ആയിരുന്നു ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇന്ന ആക്ഷൻസ് ആണ് ഞാൻ ഈ ഒരു കാര്യം അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള രീതിക്ക് നമുക്ക് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ആണ് റിസൾട്ട്. അതായത് ഇങ്ങനെ ചെയ്തത് കൊണ്ട് എന്താണ് നമ്മൾ അച്ചീവ് ചെയ്തത്, എന്തായിരുന്നു നമ്മളുടെ റിസൾട്ട് എന്നുള്ള കാര്യം കൂടെ വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്.
നെക്സ്റ്റ് പ്രിപ്പറേഷൻ ആണ് റിവ്യൂ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ആ ഒരു എംപ്ലോയർ എന്താണ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, എന്താണ് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ട ജോലി, അതിനുള്ള ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടോ, ഏജ് റിക്വയർമെൻറ്റ്സ് ഉണ്ടോ, ക്വാളിഫിക്കേഷൻ റിക്വയർമെൻറ്റ്സ് ഉണ്ടോ, അങ്ങനെ എന്താണ് അവർ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സോ അത് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. ഏതോ ഒരു ജോലി ഇൻ്റർവ്യൂവിൽ വിളിച്ചു ഞാൻ വന്നു എന്നുള്ള രീതിക്ക് പോകരുത്. ഏത് ജോലിക്കാണ്, എന്താണ് നമ്മളുടെ ടാസ്ക്, എന്തൊക്കെ ജോബുകളായിരിക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ എന്തൊക്കെ ടാസ്കുകളായിരിക്കും ചെയ്യേണ്ടി വരിക, എത്രയായിരിക്കും നമ്മുടെ വർക്കിംഗ് ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അതായത് എന്ത് നോളജ് ആവശ്യമുണ്ട്, എന്ത് സ്കില്ല് ആവശ്യമുണ്ട്, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് അവർക്കുള്ളത്, എത്ര എക്സ്പീരിയൻസ് ആണ് അവർ പ്രതീക്ഷിക്കുന്നത്, എത്ര ഏജ് ലിമിറ്റിലുള്ള ആൾക്കാരെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേണം എന്ന് അവർ പറയുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അത് മുഴുവൻ നോക്കിയിട്ട് നമ്മൾ ക്വാളിഫൈഡ് ആണെന്ന് നമുക്ക് തന്നെ തോന്നുകയാണെങ്കിൽ മാത്രം ഇൻ്റർവ്യൂ പോയാൽ മതി. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ആണ് പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ടു ആസ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പോകണമെന്നുള്ള രീതിയിൽ പോയെത്തി ഇൻ്റർവ്യൂ തുടങ്ങിയതും എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട് എന്നും പറഞ്ഞ് ചോദിക്കാനല്ല. അതിന് നമുക്കൊരു പ്രോപ്പർ ടൈം തരും. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് കുറച്ച് ടൈം ഉണ്ടായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് പറയുന്ന രീതിക്ക് ഒരു സെഷൻ ഉണ്ടായിരിക്കും. ആ സമയത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ചോദിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മണ്ടത്തരങ്ങൾ വിളിച്ച് ചോദിക്കരുത്. പ്രോപ്പറായിട്ട് നമുക്ക് അതിൻ്റെ കൾച്ചറിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ട്, ആ ഒരു കമ്പനിയുടെ എന്തെങ്കിലും കാര്യം നമുക്ക് ഡൗട്ട് ഉണ്ട് അത് ക്ലിയർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ജോബിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. മണ്ടൻ ചോദ്യങ്ങൾ ചോദിച്ച് ഇംപ്രഷൻ കളയരുത്. നെക്സ്റ്റ് ആണ് കീപ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ റെസ്യൂമയുടെ, പോർട്ട്ഫോളിയോൻ്റെ, ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ, അതുപോലുള്ള നമ്മളുടെ റെഫറൻസ് മെറ്റീരിയൽസിൻ്റെ, റെഫറൻസ് ലിസ്റ്റിൻ്റെ, അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു അഡീഷണൽ കോപ്പി നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. അവിടെ പോയിട്ട് ഒരു അഡീഷണൽ കോപ്പി ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ട് പോകണം എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ഇല്ല എന്നും പറഞ്ഞ് അവിടെ കിടന്ന് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പ്രോപ്പറായിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ ഒറിജിനലും കൊണ്ടുപോകുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫോട്ടോ കോപ്പി നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കണം. ആ സമയത്ത് അവിടെ നിന്ന് കിട്ടിയില്ല, കൊണ്ടുവന്നിട്ടില്ല, കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ ടെൻഷനായി ഉള്ള ഇൻ്റർവ്യൂ കുളമാവാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് ഓർമ്മയോടുകൂടി നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്തിട്ട് പോവാം. നെക്സ്റ്റ് ആണ് നോ ദ ഇൻ്റർവ്യൂ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതായത് എവിടെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ടൊരു ധാരണ വേണം. അഥവാ നമുക്ക് ഒട്ടും അറിയാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങുക, അല്ലെങ്കിൽ തലേദിവസം പോയി കണ്ടുവയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം. പ്രോപ്പറായിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വഴി തെറ്റിയിട്ട് വൈകി എന്നൊന്നും നമുക്ക് ഇൻ്റർവ്യൂവിൽ പോയി പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ട്രാഫിക്കായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റായ ലൊക്കേഷനിൽ പോയിട്ട് അയ്യോ ഇവിടെ അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒറിജിനൽ ലൊക്കേഷൻ തിരഞ്ഞു പോയി അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവരുത്. നമ്മളുടെ ടൈമും വേസ്റ്റ് ആവും, ആ സമയത്ത് നമ്മൾ ടെൻഷനും ആവും. ഓൾറെഡി നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ കുറച്ച് ടെൻഷനുള്ള ഒരു സമയമായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ലൊക്കേഷൻ തെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനമായി. പിന്നെ ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് പോകും, അല്ലെങ്കിൽ നമ്മൾ സമയത്തിന് എത്താൻ പറ്റിയില്ല എന്ന് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് എവിടെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് എന്നുള്ള ലൊക്കേഷൻ അറിഞ്ഞു വയ്ക്കുക. നെക്സ്റ്റ് ആണ് ഡ്രസ് പ്രൊഫഷണലി എന്ന് പറയുന്നത്. ഓരോ പൊസിഷനും അല്ലെങ്കിൽ ഓരോ ജോബിനും ഓരോരോ ഡ്രസ് കോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ എയർ ഹോസ്റ്റസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഡ്രസ് കോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറൊരു ജോബിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഏത് ജോബിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ട് പോവാം. എന്ന് വെച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇട്ടിട്ട് പോവുക എന്നുള്ളതല്ല. നമ്മൾ ഓൾറെഡി ടെൻഷൻ അടിച്ച് വേർതിരിക്കുകയാണ്, അപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള നമുക്ക് കൊള്ളാത്തൊരു സാധനം നമ്മൾ കൊള്ളിച്ചിട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ഈ ഡ്രസ്സ് ശരിയാക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ പകുതി കേൾക്കില്ല, നമ്മൾ ആൻസർ പകുതി പറയില്ല, ഓൾറെഡി ടെൻസ്ഡ് ആയിരിക്കും, അങ്ങനെ മൊത്തത്തിൽ അൺകംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെയല്ല, ആ പ്രൊഫഷൻ അനുയോജ്യമായിട്ടുള്ള നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ട് പ്രൊഫഷണലായിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അതായത് ചുക്കി ചുളിയാത്ത പ്രോപ്പർലി അയണൊക്കെ ചെയ്തിട്ടുള്ള നല്ല രീതിയിലുള്ള ഡ്രസ്സ് വേണം ഇട്ടിട്ട് പോകാനായിട്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജനറലായിട്ട് നമുക്കുള്ള പ്രിപ്പറേഷനാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻ്റർവ്യൂവിൻ്റെ തലേദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇൻ്റർവ്യൂ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഡേ ബിഫോർ ദ ഇൻ്റർവ്യൂ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് വെൽ ഫെഡ് എന്നുള്ളതാണ്. അതായത് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുക, മര്യാദയ്ക്ക് വെള്ളം കുടിക്കുക, നമ്മളുടെ ഹെൽത്തൊക്കെ നോക്കുക. ഇൻ്റർവ്യൂവിൻ്റെ ടെൻഷൻ കാരണം
നമ്മൾ തലേദിവസം ഫുഡ് കഴിച്ചില്ല, മര്യാദയ്ക്ക് ഉറങ്ങിയില്ല, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ തലയിറങ്ങി വീഴും. സോ അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞ് വീഴുന്നതിനേക്കാൾ ഭേദമാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തിട്ട് പോകുന്നത്. സോ ഈ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്, ഡ്രിങ്കിങ് വാട്ടർ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സും അല്ലെങ്കിൽ ലിക്കറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൺസ്യൂം ചെയ്യാതിരിക്കുക. സോ അതൊക്കെ ഡീഹൈഡ്രേഷന് കാരണമാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്കുള്ള ഫുഡാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ജങ്ക് ഫുഡ്സൊക്കെ വാരി വലിച്ച് കഴിച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എന്തെങ്കിലും പ്രശ്നമായി എന്നും പറഞ്ഞ് ഇരിക്കാനായിട്ട് പാടില്ല. സോ പ്രോപ്പറായിട്ടുള്ള ഫുഡും വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കണം. ആൽക്കഹോൾ, കാഫീൻ, സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ള ഡ്രിങ്കുകളൊക്കെ ഒഴിവാക്കുക. അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള പ്രോട്ടീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. രണ്ടാമത്തെ കാര്യമാണ് വിഷ്വലൈസ് സക്സസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ അഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ കുറച്ചുകൂടെ സക്സസ് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം. ഈ ഒരു ജോബിന് ഞാൻ ആപ്റ്റാണ്, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ വേണം നമ്മൾ പോകാനായിട്ട്. എന്ന് വെച്ചാൽ ആത്മവിശ്വാസം കൂടിപ്പോയിട്ട് പ്രിപ്പയർ ചെയ്യാതെ പോകണം എന്നല്ല, പക്ഷേ നമ്മൾ ചെയ്യുന്നതിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, നമുക്കത് കിട്ടും എന്നുള്ള രീതിയിൽ അഫർമേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ഐ ക്യാൻ ഡു ദാറ്റ് എന്നുള്ള രീതിക്ക് വേണം നമ്മൾ പോകാനായിട്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ തലേദിവസം ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോൾ ആ ഇൻ്റർവ്യൂ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ കാര്യമാണ് അലോ എക്സ്ട്രാ ടൈം എന്ന് പറയുന്നത്. അതായത് ഇൻ്റർവ്യൂവിന് 10 മിനിറ്റ് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്നും പറഞ്ഞിരിക്കരുത്. എത്ര അടുത്താണ് ഇൻ്റർവ്യൂ എന്നുണ്ടെങ്കിൽ പോലും ഒരു 10-15 മിനിറ്റ് നേരത്തെ ഇറങ്ങാം. നിങ്ങളുടെ ഒരു 10-15 മിനിറ്റ് വേസ്റ്റ് ആവും എന്ന് വിചാരിക്കേണ്ട. നമ്മൾ കുറച്ചുകൂടെ അവിടെ പോയി എത്തി, ആ ഒരു ലൊക്കേഷനിൽ എത്തി, നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിളായി അത് തന്നെയാണ് ലൊക്കേഷൻ എന്നൊക്കെ ഉറപ്പ് വരുത്തി, ഇന്ന് തന്നെയാണ് ഇൻ്റർവ്യൂ എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തി നമ്മൾ കുറച്ചൊന്ന് അവിടെ ഇരുന്ന് ഒന്ന് റിലാക്സ് ആവാനുള്ളൊരു ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അല്ലാണ്ട് അവിടെ നമ്മുടെ പേര് വിളിക്കുന്ന സമയത്ത് ദാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിക്കതിച്ച് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളെ തന്നെ ഒന്നും സമപ്പ് ചെയ്തെടുക്കാൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ ടൈം നമ്മൾ അലോ ചെയ്യാം. നെക്സ്റ്റ് ആണ് ഡ്രസ് ഫോർ സക്സസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡ്രസ്സിങ് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഡ്രസ്സിങ് ചെയ്യാനായിട്ട്. അതായത് ഭയങ്കര ഫ്ലാഷി ആയിട്ടുള്ള ജ്വല്ലറീസും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക. നീറ്റ്ലി നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ പ്രൊഫഷണലി ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അയേൺഡ് ആയിട്ടുള്ള ക്ലോത്ത്സും കാര്യങ്ങളെല്ലാം ധരിച്ചിട്ടുണ്ടായിരിക്കുക. നമ്മുടെ ഹെയറും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി പുട്ട് ഓൺ ചെയ്ത് അങ്ങനെയുള്ള പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ഷൂസും കാര്യങ്ങളൊക്കെ പോളിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്യാരി ഓൺ ചെയ്യണം. നമ്മളുടെ ID കാർഡ്, അതേപോലെ നമ്മളുടെ ബാക്കിയുള്ള പാർക്കിങ്ങിലെ സ്ഥലത്ത് എന്തെങ്കിലും കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ അത്, നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ടായി. നമ്മുടെ കയ്യിൽ ഒരു കെട്ട് പേപ്പർ ഇങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ട് നടക്കണം, അങ്ങനെ പാടില്ല. നമ്മൾ പ്രോപ്പറായി ഫയലൊക്കെ വെച്ച് അങ്ങനെയുള്ള രീതിയിൽ നമ്മളത് പ്രോപ്പർലി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബ്രെത്ത് മിൻസ് എന്തെങ്കിലും നമ്മൾ എടുക്കാണ്ടെന്നുണ്ടെങ്കിൽ, ചോക്ലേറ്റ് ഇല്ലേ നമ്മൾ കഴിക്കുന്നത്, അങ്ങനെയുള്ള എന്തെങ്കിലും മിൻറ്റൊക്കെ എടുക്കാണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഫോണിനെ സൈലൻ്റ് ആക്കി ഇടാൻ മറക്കരുത്. നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ഇടയിൽ കൂടെ ഇവിടെ ഇങ്ങനെ കുത്തുപാട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂസിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. പൊതുവെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു ഫോർമൽ ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ അതിന് കയറുന്നതിന് മുന്നേ നമ്മളുടെ ഫോൺ സൈലൻറ്റിലാക്കി ഇടാൻ മറക്കരുത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളുടെ റിംഗ് ടോണ് അങ്ങനെ കുത്തുപാട്ടൊന്നല്ല ഞങ്ങൾ വെച്ചിരിക്കുന്നത്, ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ളൊരു പാട്ടാണ് മിസ്സേ, അത് കേട്ടൊന്നും ആർക്കും ദേഷ്യം വരില്ല എന്ന് പറഞ്ഞിട്ട് സൈലൻ്റ് ആക്കി ഇടാതെ പോരുത്. ഏത് പാട്ടാണ് എന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഫോൺ സൈലൻ്റ് ആക്കിയിട്ടിട്ട് പോവുക. ഒരു ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാനായിട്ട് നമ്മളത് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു എറ്റിക്വറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മേക്ക് ഗുഡ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു ഇൻ്റർവ്യൂ റൂമിലേക്ക് കയറി പോകുന്നതിന് മുന്നേ മേ ഐ കം ഇൻ ചോദിച്ചിട്ട് കയറുക, ഒരു നല്ല രീതിയിലൊന്ന് ഗ്രീറ്റ് ചെയ്യുക അവരെ. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ ഗ്രീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ടും ആവശ്യത്തിനുള്ള സ്പീഡ് എടുത്തിട്ടും സംസാരിക്കുക. ഒരുപാട് ഫാസ്റ്റായിട്ടോ ഒരുപാട് സ്ലോ ആയിട്ടോ സംസാരിക്കാതിരിക്കുക. ഈ ഒരുമാതിരി പഴയ എംപ്ലോയറിനെ കുറ്റം പറയുന്ന രീതിക്ക് നമ്മൾ ഗോസിപ്പ് ചെയ്യുന്ന തരത്തിലൊന്നും സംസാരിക്കാതിരിക്കുക. പൊളൈറ്റായിട്ട് സംസാരിക്കുക. നമ്മളുടെ ബോഡി ലാംഗ്വേജും നമ്മളുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സും ജസ്റ്റേഴ്സും എല്ലാം നമ്മൾ കെയർഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. കോൺഫിഡൻസ് ഷോ ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ ബോഡീനെ നമ്മൾ ക്യാരി ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ആണ് ലിസൺ കെയർഫുള്ളി എന്ന് പറയുന്നത്. അതായത് അവർ നമ്മളോട് പറയുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. തോക്കി കയറി വെടിവെക്കുന്ന രീതിയിൽ ആൻസർ പറയരുത്. അവർ ചോദിച്ചു കഴിയട്ടെ എന്നിട്ട് നമുക്ക് പറയാമല്ലോ. മുഴുവനായിട്ട് ക്വസ്റ്റ്യൻ കേൾക്കാനുള്ള ഒരു
എന്താ പറയുക, ഒരു ക്ഷമ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പീറ്റഡ്ലി ചോദിക്കാവുന്നതാണ്. എന്താണ് എനിക്ക് മനസ്സിലായില്ല എന്നുള്ള രീതിക്ക് നമുക്ക് ചോദിക്കാവുന്നതാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കയറി നമ്മൾ ആൻസർ ചെയ്യാൻ നിൽക്കരുത്. പൊളൈറ്റായിട്ട് കാമായിട്ട് അവർ പറയുന്നത് കേട്ടതിന് ശേഷം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാവുന്നതാണ്. സോ ഒരു നല്ല ലിസണർ ആയിരിക്കുക എന്നുള്ളതും ഇൻ്റർവ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ആണ് ആൻസർ ക്വസ്റ്റ്യൻസ് കോൺഫിഡൻ്റ്ലി എന്ന് പറയുന്നത്. അതായത് നമ്മളടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ പൊളൈറ്റായിട്ട് കാമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം. നമ്മളുടെ സക്സസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്ത് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം. ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയണം. എന്ന് വെച്ച് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ പൊക്കി പറയുക, സ്വയം പൊങ്ങിയാവുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പറയാതെ അവർക്ക് അറിയില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കണം. കാമായിട്ട് പറയുക, പൊളൈറ്റായിട്ട് സംസാരിക്കുക, കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്യുക. ഒരൊറ്റ ചോദ്യത്തിന് തന്നെ നമ്മളുടെ കയ്യിലുള്ള ഉത്തരം മുഴുവൻ നമ്മൾ പറഞ്ഞു എന്നുള്ള രീതിക്കല്ല, ചോദിക്കുന്നതിന് കറക്റ്റായിട്ടുള്ള ആൻസർ ചെയ്യുക. ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നീട് ആൻസർ ചെയ്യുക. സോ ആ രീതിയിൽ വേണം നമ്മൾ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ആണ് ആസ്ക് ഗുഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ടായിരിക്കും, ഒരു ടൈം അവർ തരുന്നുണ്ടായിരിക്കും. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാവുന്നതാണ്. അത് ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞു എന്തെങ്കിലും ചോദിക്കേണ്ടേ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് മണ്ടത്തരങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. പ്രോപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. ആ ഒരു കമ്പനിയുടെ കൾച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ചോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം നമുക്ക് ചോദിക്കാണ്ട് ുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ആണ് എക്സ്പ്രസ് ഇൻട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ജോബിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ്, ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ അവരെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആണ്, ഈ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും എനർജിയും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ നമ്മളോട് എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ തലയാട്ടേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്മൈല് കീപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുക എന്നല്ല, ആവശ്യമുള്ള സമയത്ത്. സോ അങ്ങനെയുള്ള ബോഡി ലാംഗ്വേജസും ക്യൂസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് മൈൻഡ് യുവർ മാനേഴ്സ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ അതേ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് പൊളിറ്റിക്സ് അങ്ങനെയുള്ള കുറച്ച് സെൻസിറ്റീവ് ടോപ്പിക്സ് ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അഭിപ്രായം പറയുന്നതിന് മുന്നേ സൂക്ഷിച്ചിട്ട് വേണം അഭിപ്രായം പറയാനായിട്ട്. അതേപോലെ തന്നെ അങ്ങനെയുള്ള ടോപ്പിക്സ്, സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ വരുന്ന സമയത്ത് അതിനെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ എന്തെങ്കിലും ടെക്നിക്കൽ എററുകൾ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഭയങ്കര ഇറിറ്റേഷനൊന്നും നമ്മൾ കാണിക്കാൻ പാടില്ല. കൂളായിട്ട് അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കണം. കുറച്ചുകൂടെ പ്ലസൻ്റ് ആയിട്ട് നമ്മൾ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏതൊരു ക്രിട്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അല്ലെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമ്മൾ കുറച്ചുകൂടെ കാമായിട്ടൊക്കെ നിൽക്കുകയാണ്, കൂളായിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നമ്മൾ പ്ലസൻ്റ് ആണ് എന്നുള്ളത് കാണിക്കാനാണ് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് എല്ലാവരും അവരുടെ ടൈം നമുക്ക് തന്നതിന് ഒരു താങ്ക് യു എന്നുള്ള രീതിക്ക് നമ്മളൊരു താങ്ക്സ് പറഞ്ഞിട്ട് വേണം ഇൻ്റർവ്യൂ നമ്മൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റർവ്യൂവിൻ്റെ ദിവസം അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളുടെ പ്രോസസ്സ് അവിടെ കഴിയുന്നില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞാലും നമുക്കൊരു ഫോളോ അപ്പിൻ്റെ ഒരു ചുമതലയുണ്ട്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. സോ ആഫ്റ്റർ ദ ഇൻ്റർവ്യൂ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് താങ്ക് യു നോട്ട് അയക്കുക എന്നുള്ളതാണ്. അതായത് ആ ഒരു ഇൻ്റർവ്യൂവിന് നമ്മളെ വിളിച്ചതിനും അത്രയും ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിനും താങ്ക് യു എന്നുള്ള രീതിക്ക് നമ്മളൊരു 24 മണിക്കൂറിനുള്ളിലെങ്കിലും ഒരു ഇമെയിൽ നമ്മൾ അവർക്ക് അയച്ചിട്ടുണ്ടായിരിക്കണം. എന്ന് വെച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി അതിൻ്റെ വെളിയിൽ ഇറങ്ങി ടൈപ്പ് ചെയ്തു അയച്ചിട്ടു അങ്ങനെയല്ല, കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം, എന്നാൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആവാനും പാടില്ല. 24 മണിക്കൂറിന് മുന്നേ നമ്മൾ ഈ താങ്ക് യു നോട്ട് നമ്മൾ അയച്ചിട്ടുണ്ടായിരിക്കണം. സോ നമ്മളൊരു നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളിതിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ഒരു താങ്ക് യു നോട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആണ് ഫോളോ അപ്പ് അപ്രോപ്രിയേറ്റ്ലി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമുക്കിപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടും റിപ്ലൈ ഒന്നും വന്നില്ല ആ കമ്പനിയിൽ നിന്ന് എന്നും പറഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന പേരിൽ അവരെ പോയി ചീത്ത അറിയരുത്. നിങ്ങൾ എന്താണ് ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിക്കൊന്നും പോയി പറയരുത്. അങ്ങനെയല്ല, പൊളൈറ്റായിട്ട് തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. എന്താണ്
നടന്നിട്ടുള്ളത്, ആരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ആരൊക്കെയാണ് ആ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ലിസ്റ്റിൽ ആരൊക്കെയാണുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തായിരുന്നു എന്നുള്ള രീതിക്കൊക്കെ നമുക്കൊന്ന് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. പ്രൊഫഷണലി പൊളൈറ്റ് ആയിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആണ് കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് എന്ന് പറയുന്നത്. അതായത് പ്രാക്ടീസ് മേക്സ് എ മെൻ ഓർ വുമൺ പെർഫെക്റ്റ് എന്നാണല്ലോ. സോ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ടിരിക്കുക. എവിടെയൊക്കെയാണ് നമുക്ക് ഫോൾട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അടുത്ത ഇൻ്റർവ്യൂ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ കാമൻ ക്വയറ്റായിട്ട് നമ്മൾ ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളായിട്ട് തന്നെ നമ്മൾ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ബി യുവർ സെൽഫ് എന്നുള്ളതാണല്ലോ. സോ ആ രീതിയിൽ നമ്മൾ നോക്കുക, കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓരോന്നിനെക്കുറിച്ചും ഫർദർ സ്റ്റഡീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ബോഡി ലാംഗ്വേജ് നമ്മളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ എന്നുണ്ടെങ്കിൽ അടുത്ത തവണത്തേക്ക് അത് മാറ്റുക, പ്രോപ്പറാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂസിൽ എക്സൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ്റർവ്യൂ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ ജോബിൽ അല്ലെങ്കിൽ നമ്മളുടെ കരിയറിൽ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫഷനിൽ നമുക്ക് എന്തായാലും നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. സോ അതിന് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.